ഏതൊരു മനുഷ്യനും ദൈവം പ്രതീക്ഷിക്കുന്ന അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തുകൊണ്ടാ ദൈവം മാത്രം ഇങ്ങനെ ഈ സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വവും എല്ലാം ദൈവം സ്വീകരിക്കാനായി ദൈവം കാത്തിരിക്കുന്നത്? ദൈവം ഒരു ഏകാധിപതിയാണ്. ഇങ്ങനെയാ തിരുവചനം പറയുന്നത്, അവൻ ധന്യനായ ഏകാധിപതിയാണ്. ധന്യനായ ക്രൂരനായ ഏകാധിപതിയല്ല, കഠിനനായ ഏകാധിപതിയല്ല, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും ആരും കണ്ടിട്ടില്ലാത്തവരും ആർക്കും കാണുവാൻ കഴിയാത്തവരുമായവരും തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. തൻ്റെ പുത്രനിൽ കൂടി ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി, തന്നെ വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ സൗരയൂഥത്തിൽ ഒന്ന് ആകാശത്തിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗ്രഹങ്ങളൊക്കെ. ഭൂമിയും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ ഗ്രഹങ്ങളും കോടിക്കണക്കിന് ഗ്രഹങ്ങളും എല്ലാം തന്നെ സൂര്യനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ഭൂമി പറയുകയാണ്, അല്ലെ ഭൂമി തീരുമാനിക്കുകയാണ്, ഞാൻ 1 കിലോമീറ്റർ മാറി സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതെന്താ എന്നും ഈ സൂര്യനെ ഇങ്ങനെ കൃത്യമായ അളവിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? ഞാൻ 1 കിലോമീറ്റർ ഒന്നുകിൽ അടുത്തോട്ട് അല്ലെങ്കിൽ അകലത്തിലേക്ക് 1 കിലോമീറ്റർ മാറി സഞ്ചരിക്കുക എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കും. പിന്നെ ഭൂമിയുടെ സ്ഥിതി എന്താകും? ഒന്നുകിൽ അകലത്തിലേക്കാണ് മാറുന്നതെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ് പോകും. അടുത്തോട്ടാണ് മാറുന്നതെങ്കിൽ ഭൂമി ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യാത്തതായി ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും എന്നേക്കുമായി മനുഷ്യനടക്കം ഇല്ലാതെയായിത്തീരും. നീ കാണുന്ന നവോദയെ പോലെ സൂര്യാകാശത്ത് പോയാൽ നവോദയെ പോലെ എഴുന്നേറ്റ് വരുന്ന ഭൂമിയെ കണ്ട് ഏത് ആസ്ട്രോണോട്ടുകളും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിപ്പോയിട്ടുണ്ട് ആദ്യമായി പോകുന്നവർ. എന്തുകൊണ്ടെന്നറിയോ? ദൈവം ഈ പ്രപഞ്ചത്തെ ഓരോന്നും അതിൻ്റെതായ കറക്റ്റ് അകലത്തിലും കറക്റ്റ് ദൂരം. നാം എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? 1600 ചിരുവാനും മൈൽ വേഗതയിലാണ് നാം ഇരിക്കുന്ന ഈ ഭൂമി. സൂര്യനെ സ്വയം കറങ്ങുകയും അതിന് ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ, സൗരയൂഥത്തിലെ സകലവും സൂര്യനെ ചുറ്റുന്നത് പോലെ, കേന്ദ്രബിന്ദു സൂര്യനായിരിക്കുന്ന പോലെ പ്രപഞ്ചം മുഴുവനും ആരെ ചുറ്റിക്കൊണ്ടിരിക്കണം? ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആ ദൈവത്തെ പാടി സ്തുതിക്കണം. ഒരു യഥാർത്ഥ ദൈവമകനെ പാടാതിരിക്കാൻ പറ്റുകയില്ല, സ്തുതിക്കാൻ പറ്റാതിരിക്കുകയില്ല, അവൻ ആരാധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അവൻ വചനം ധ്യാനിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അവന് ദൈവത്തെ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അവന് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവൻ നിൽക്കുന്നതും ഇരിക്കുന്നതും ചരിക്കുന്നതും ദൈവകൃപയിലാണ്. ദൈവകൃപയിലാണ്. ഈ ദൈവകൃപ വിട്ടുമാറിയാൽ പിന്നെ നമുക്കാർക്കും ഭൂമിയിൽ എന്തില്ല? നിലനിൽപ്പില്ല. പ്രിയമുള്ളവരെ, ദൈവം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ദിവസം ഉണ്ടായി വന്നവനല്ല. ദൈവം എന്നേക്കും ഉള്ളവനാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്ന വെളിപാട് പുസ്തകത്തിൽ അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. അവൻ ഇരിക്കുന്നവനാണ്, അവൻ ഇരുന്നവനാണ്, അവൻ വരുന്നവനാണ്. വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇരിക്കുന്നവൻ ഇരുന്നവനിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവിടുന്ന് വന്നു കഴിഞ്ഞതിന്റെ ഫലമായി ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവരെ എന്ന് പറഞ്ഞാൽ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒരുപോലെ ഒരുപോലെ വഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെക്കുറിച്ചാണ് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം മുതൽ വായിച്ചോളൂ. പിന്നെ അവൻ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയിലും കയ്യിൽ കൃഷിക്കാരനുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. നോക്കൂ, ഇന്ന് അനേകം ചിന്തിക്കുന്ന ഇതാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ ആദാമും അവയും മക്കളോട് പറഞ്ഞു കാണും, മക്കളെ, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. കാരണം അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? അവർ പിശാചിനെ വിശ്വസിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഇത് രണ്ടും ഒത്തുപോകയില്ല. പിശാചിനെ വിശ്വസിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അവിശ്വസിക്കും, ദൈവം പറഞ്ഞനുസരിക്കുകയില്ല. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ പിശാച് പറഞ്ഞതിനെ അവിശ്വസിക്കും. പലരും വിചാരിക്കുന്നത് രണ്ടും ഒത്തുകൊണ്ടുപോകാമെന്നാണ്. ഒരിക്കലും സാധ്യമല്ല. ഒന്നുകിൽ ദൈവത്തെ, അല്ലെങ്കിൽ എതിരാളിയായ പിശാചിനെ. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു എതിരാളി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു എതിരാളി വെച്ചത്? എന്തിനാണ് ഇങ്ങനെ ഒരു എതിരാളിയെ വെച്ചത്? ഒരു നിരീശ്വരവാദിയോട് ചോദിച്ചു, ദൈവത്തിന് അറിയില്ലായിരുന്നു ആ കൽപ്പന അവർ ലംഘിക്കുമെന്ന്. എന്നിട്ട് എന്തിനാ ദൈവം അങ്ങനെ ഒരു വൃക്ഷഫലത്തെ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ഭൂമിയിൽ നല്ല ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കിണർ കുഴിക്കുമ്പോൾ അതിന് ആൾമറ പോലും കെട്ടി സുരക്ഷിതമാക്കുന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയുന്നു, മക്കളെ, ഇതിൻ്റെ മുകളിലൊന്നും കയറിയേക്കരുത്, ഈ ഒരു കൽപ്പന കൊടുക്കാൻ ഒരു പിതാവിന് അധികാരമില്ലയോ? ഇല്ലയോ? പക്ഷെ നിങ്ങളില്ലാത്ത സമയത്ത് അയലോകത്തെ പിള്ളേർ വന്ന് പറയണ, ഇതിന്റെ മുകളിൽ കയറി ഒരു കുഴപ്പമില്ല, നിന്റെ അപ്പം വെറുതെ വ്യാജം പറഞ്ഞതാ, നീ വന്നേ നമുക്ക് ഇതിന്റെ മുകളിൽ കയറാൻ. അവർ കയറി, അത് എടുത്ത് താഴെ വീടും. അവൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചോദിക്കുമോ, ഇയാളെന്ത് പൊട്ടനാ? ഈ കുട്ടികൾ ഇതിനകത്ത് വീടെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? ഈ കിണർ എന്തിനാ കുഴിച്ചത്? ഈ കിണർ എന്തിനാ ഇവിടെ കുഴിച്ചു വെച്ചത് എന്ന് ചോദിക്കുമോ നിങ്ങൾ ആരെങ്കിലും? ആരും ചോദിക്കുകയില്ല. കാരണം നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾ പ്രാധാന്യമേറിയതായിരിക്കുന്നത് പോലെ കുടിവെള്ളവും പ്രാധാന്യമേറിയതാണ്. അത് നേടിയെടുക്കുവാൻ ഒരാഴമുള്ള കിണർ അദ്ദേഹത്തിന് കുഴിക്കേണ്ടി വന്നു. അതിനാണ് വേലി പോലും കെട്ടി, അല്ലെങ്കിൽ ആൾമറ കെട്ടി സുരക്ഷിതമാക്കിയത്. അതിനെയും അതിലംഘിക്കുമ്പോൾ അവർ ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പന്റെ വാക്കുകളെ ലംഘിക്കുകയാണ്, അപ്പന്റെ വാക്കുകളെ വിശ്വസിക്കാതിരിക്കുകയാണ്. ഫലമോ എന്നേക്കും അവർ ഭയാനകമായ കഷ്ടതയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആദാമും ഹവ്വയും പറഞ്ഞു കാണും, മക്കളെ, നിങ്ങൾ യാഗം അർപ്പിക്കണം. ഹാബേൽ ആട്ടിടയനായിരുന്നു, കയ്യിൽ മൂത്തവൻ കൃഷിക്കാരനായിരുന്നു. രണ്ടുപേരോടും ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ അവർ കാണുന്നില്ല. ഇന്നലെ വരെ, കഴിഞ്ഞ നാളുകൾ വരെ ആദാമും ഹവ്വയും ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നതാണ്. ദൈവ തേജസ് അവരുടെ മേലുണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. എന്നാൽ കയ്യിലും ഹാബേലും ദൈവത്തെ കാണുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ ഗ്രഹിക്കുന്നില്ല. കേവലം അമ്മയപ്പനും പറഞ്ഞത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ആ അറിവ് വെച്ച് അവർ ചെയ്യുവാൻ ആരംഭിച്ചു. പലരും പറഞ്ഞില്ലേ, കയ്യിൽ കൃഷിഫലത്തിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് ദൈവം പ്രസാദിക്കാതിരുന്നത്, ഹാബേൽ മൃഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് അവൻ പ്രസാദിച്ചത്. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു നാം, ഹാബേൽ വിശ്വാസത്താൽ കൈന്റേതിലും ഉത്തമമായ
ഹാബേൽ എന്ത് ചെയ്തു? കയ്യിന്റെതിലും അതെങ്ങനെയാ കഴിച്ചത്? വിശ്വാസത്താൽ ഉത്തമമായ യാഗം കഴിച്ചു. കയ്യിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഹാബേലിന് വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തെ കാണുന്നില്ലെങ്കിലും, ദൈവത്തെ അറിയുന്നില്ലെങ്കിലും, മാതാപിതാക്കൾ പറഞ്ഞു കേട്ടത് വെച്ച് ഹാബേൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു ദൈവത്തെ. അവർ പറയുന്ന സത്യം. കാരണം ഹാബേൽ ആദാമും ഹവ്വയും ദൈവത്തെ കണ്ടിട്ടുണ്ട്, ദൈവത്തെ കേട്ടിട്ടുണ്ട്, ദൈവത്തെ ഗ്രഹിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ കൈ പിടിച്ച് നടന്നവരാണ് അവർ. ദൈവം പറിച്ചു കൊടുക്കുന്ന ഫലങ്ങൾ ഓരോന്നും ഏതെങ്കിലും തോട്ടത്ത് പറിച്ച് അനുഭവിച്ച് ദുഃഖമില്ല, വേദനയില്ല, മുറവിളിയില്ല, മരണമില്ല, സങ്കടമില്ല, രോഗമോ ദുരിതമോ കൊടുങ്കാറ്റോ പേമാരിയോ ആപത്തുകളോ അനർത്ഥങ്ങളോ കഷ്ടങ്ങളോ ഒന്നുമില്ല. ആ ഏദൻ പർദീസയിൽ ആനന്ദിച്ചവരാണ് അവർ. അതുകൊണ്ട് അവർക്കതറിയാമായിരുന്നു. അവരുടെ വാക്ക് ഹാബേൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ കയ്യിൻ്റെതിൽ ഉത്തമമായി യാഗം കഴിച്ചു. ഞാൻ വായിക്കുന്ന ഇങ്ങോട്ട് പോയി. എൻ്റെ കണ്ണടയ്ക്ക് ചെറിയൊരു പ്രശ്നം. പുതിയൊരു കണ്ണടയ്ക്ക് കഴിഞ്ഞ ദിവസം കണ്ണിൻ്റെ ഡോക്ടർമാർ വന്നപ്പോൾ ചെയ്തതാണ്. പക്ഷെ അവർ അളവ് ഒന്ന് കറക്റ്റായില്ല എന്ന് തോന്നുന്നു. അല്പം ഇടർച്ച വരുന്നു. നോക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം മുതൽ 5-ാം വാക്യം അവന്റെ വഴിപാടിലും സാധിച്ചില്ല. കായീൻ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. അദ്ദേഹം പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, അവർ ഹാബേലും കയ്യിലും യാഗം അർപ്പിച്ചു. പക്ഷേ യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അതൊരു പക്ഷപാതം. നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാ: നമ്മൾ എന്തുകൊണ്ടാണ് ഈ പാപകരമായ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതെന്നറിയാമോ? നമ്മുടെ മുമ്പിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരുത്തൻ സമ്പന്നനായിരിക്കുന്നു, ഇപ്പുറത്ത് നാം ദരിദ്രരായിരിക്കുന്നു. നമുക്കൊരു ചോദ്യം ചോദിക്കുന്നു. നാളെ എൻ്റെ അടുക്കൽ വന്നൊരു മുസ്ലിം ആയിരിക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇതുപോലെ തളർന്നു പോയ ആളാണ്. വണ്ടൂരിൽ നിന്ന് വന്നതാണ്. ഒരു ഓട്ടോറിക്ഷ കുറ്റി ഒറ്റപ്പോരിച്ചിരിക്കും പോലും വീട്ടുകാരൊന്നും പറഞ്ഞില്ല. ആ വീട്ടിൽ ഞാൻ ഒരിക്കൽ പോയപ്പോൾ ആ മോൻ ചോദിക്കുക, എന്താ നിസ്കാരം എല്ലാവർക്കും ഒരുപോലെയല്ലേ? 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ലേ നിസ്കരിക്കുന്നത്? എന്താ ദൈവം കൊടുക്കുമ്പോൾ പല വിധത്തെ കൊടുക്കുന്നത്? ആ യുവനക്കാരൻ്റെ ചോദ്യമാണ്. അപ്പൻ നടന്നു കിടക്കുന്നു. അപ്പനെ എടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ അവന് ദേഷ്യം വന്നിട്ട് ഒരു ദിവസം അവനെ ചെയ്തില്ല. അപ്പോഴാണ് അപ്പം കൊന്നു കിടന്നത്. കാരണം അയാൾക്ക് പുറത്തുള്ള ടോയ്ലറ്റിൽ പോകാനൊരു നിർവാഹമില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ അമർഷത്തോടുള്ള ചോദ്യമാണ്, നിസ്കാരം എല്ലാവർക്കും ഒരുപോലെ, അള്ളാഹു കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ട് എന്താണെന്നാ ചോദ്യം. പ്രിയമുള്ളവരെ, ഓരോ മതങ്ങളിലും പെട്ടവർ, ഓരോ ജാതിയിലും പെട്ടവർ, ഓരോ ഇസത്തിലും പെട്ടവർ, ഓരോ തരത്തിലും പെട്ട മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുക, എന്തുകൊണ്ടാ എന്റെ യാഗത്തിൽ പ്രസാദിക്കാത്തത്? എന്തുകൊണ്ടാ എന്റെ ജീവിതം ഇങ്ങനെ? എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതികൂലങ്ങൾ? എന്തുകൊണ്ടാ രോഗങ്ങൾ? എന്തുകൊണ്ടാ കഷ്ടങ്ങൾ? ഇന്നും കയ്യിലെ പോലെ ലക്ഷോപലക്ഷം മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? അപ്പോൾ അവന് കോപമുണ്ടായി. അതിന്റെ ഉത്തരം അവൻ പ്രാപിക്കുകയല്ല ചെയ്തത്. ആ ഉത്തരം പ്രാപിക്കുന്ന മുമ്പേ അവൻ എന്തുണ്ടായി? കോപമുണ്ടായി. ഇപ്പൊ നമുക്കറിയാം, നമ്മളാരും ജനിക്കുമ്പോൾ മദ്യപാനികളായിരുന്നില്ല, പുകവലിക്കുന്നവരായിരുന്നില്ല, ലഹരിക്ക് അടിമപ്പെട്ടവരായിരുന്നില്ല, നമ്മൾ ആരും തന്നെ തെറ്റായ മാർഗത്തിൽ പോയവരായിരുന്നില്ല. നിഷ്കളങ്കമായ ഒരു ശിശുവായിട്ടാണ് നാം ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ വളർന്നു വന്നപ്പോൾ നമ്മുടെ സാഹചര്യം വ്യത്യസ്തമായപ്പോൾ നമ്മൾ അതിന് പോംവഴി തേടിയത് ഇങ്ങനെയുള്ള ചലനിലാണ്. നമ്മൾ ശരിയായ റൂട്ടിൽ നിന്ന് വഴുതി മാറി ഇതിനുള്ള പരിഹാരം തേടിയത് ലഹരിയിലാണ്. ലഹരി കഴിച്ചാൽ
ഈ പ്രശ്നത്തിന് പരിഹാരം വരുമോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇതുവരെ ആസ്വദിച്ച ലഹരി അല്ല തെറ്റായ മാർഗങ്ങൾ എന്നെ ശാശ്വതമായ നേരായ വഴിയിലെത്തിച്ചോ? നിങ്ങൾ താഴേക്ക് 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 വീണ്ടും മതപതനത്തിലേക്ക് പോയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ കേട്ട ഇതുപോലെ ചിലർ പറയും ക്ഷീണം മാറാനാണ് കഴിക്കുന്നത്. പണിയെടുത്ത് ശരീരത്തിന്റെ കായികമായ അധ്വാനം നടത്തി കഴിഞ്ഞാൽ മസിൽസുകൾക്കെല്ലാം വേദനയുണ്ടാകും. കാരണം സൂക്ഷ്മ ഞരമ്പുകൾക്ക് പൊട്ടലുണ്ടാകും. അപ്പോൾ ആ വേദന കൊണ്ട് വൈകുന്നേരം വന്ന് സുഖമായി വിശ്രമിച്ച് ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലച്ചോറ് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ കേടുപാടുകളെല്ലാം രാത്രിയിലെ പൂർണ്ണമായി ഉറക്കത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു? ക്ലിയർ ചെയ്യപ്പെടുകയാണ്. എന്തൊരു അത്ഭുതമാണെന്നറിയോ? ഈ ശരീരത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് വായിക്കുന്നവനാണ്, ബയോളജി ഒന്ന് മനസ്സിലാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശരീരം ഒരു അത്ഭുത വസ്തുവാണ്. ഈ ശരീരം ദൈവം തന്റെ കൈകൊണ്ട് ഉരുവാക്കിയ ഈ ശരീരം പോലെ മറ്റൊന്നും ഭൂമിയിലില്ല. ഞാൻ പറയുന്ന മറ്റൊന്നും അതിനോട് തത്തുല്യമായിട്ടില്ല. അത്രയും അത്ഭുതകരമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ എനിക്ക് നേരമില്ല, ചെറിയ സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞ ദൈവം ഭയങ്കരവും അതിശയകരമായി എന്നെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഭയങ്കരവും അതിശയകരവുമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം സൃഷ്ടിച്ച, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ, കണ്ണു തുറന്ന് വായിച്ചു നോക്കൂ. സർവചരാചരങ്ങളെ ദൈവം കൽപ്പിച്ചുണ്ടാക്കി. എന്നാൽ മനുഷ്യനെയോ മൃഗങ്ങളെ പോലും ദൈവം കൽപ്പിച്ചുണ്ടാക്കി. പക്ഷേ അവസാനം ജീവജാലങ്ങളെ സൃഷ്ടിച്ച ഒറ്റ ദിവസം തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പലരും നിരീശ്വരവാദികൾ പറയുന്ന ഇരുകാലി മൃഗമാണ് മനുഷ്യൻ. അല്ല, ഒരിക്കലുമല്ല. ഒരു മൃഗമല്ല മനുഷ്യൻ. എന്നാൽ മനുഷ്യനും മൃഗവും തങ്ങൾ ഒരു ചെറിയ അതിർവരമ്പേ ഉള്ളൂ. ചെറിയ അതിർവരമ്പ്. ആ മനുഷ്യൻ ആ അതിർവരമ്പ് ലംഘിക്കുമ്പോൾ അവൻ മൃഗമാകും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. കണ്ടോ നിങ്ങൾ? ഈ വിവേകം മനുഷ്യനെ ദൈവം കൊടുത്തിട്ടുള്ളൂ, മൃഗത്തിന് കൊടുത്തിട്ടില്ല. മൃഗത്തിന് ആ വിവേകമില്ല. എന്താ വിവേചിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ, അത് മൃഗത്തിനില്ല. ദേഹവും മനുഷ്യനുണ്ട്, പക്ഷെ ആത്മാവില്ല. ദൈവവുമായി ബന്ധപ്പെടാനുള്ള ചാലകം ഇല്ല. ആത്മീയൻ എന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവവുമായി കണക്ട് ചെയ്യപ്പെടുന്നവനാ യഥാർത്ഥ ആത്മീയൻ. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? രുദ്രാക്ഷമാല കഴുത്തിലിട്ടാൽ, കുരു എണ്ണിക്കൊണ്ടിരുന്നാൽ, നെറ്റിക്ക് ചന്ദനക്കുറി വാരിത്തേച്ചാൽ, താടി വട്ടത്തിൽ വെച്ചാൽ, അല്ലെങ്കിൽ താടി ഒടിച്ചാൽ, അല്ലെങ്കിൽ മുടി വെട്ടിയാൽ, പറ്റ വെട്ടിയാൽ, അല്ലെങ്കിൽ തലയിൽ തൊപ്പിയിട്ടാൽ, ഫുൾ കൈ ഷർട്ടിട്ടാൽ, കറുത്ത പാൻറിട്ടാൽ, വെളുത്ത കുപ്പായം ഇട്ടാൽ, അല്ലെ ബാഹ്യതലത്തിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയ വസ്ത്രധാരണമോ ജീവിത ശൈലിയോ ഉണ്ടാക്കിയാൽ നമ്മൾ ആത്മീയനായി എന്നാണ്. അത് ആത്മീയനാവുകയില്ല. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവവുമായി എന്ന് നാം കണക്ട് ചെയ്യപ്പെടുമോ അപ്പോഴാണ് നമ്മൾ ആത്മീയരാകുന്നത്. അല്ലാതെ ഈ ബാഹ്യതലത്തിൽ കാണുന്ന എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയാൽ ആത്മീയരാവുകയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നിങ്ങൾ മതങ്ങളെ നോക്കൂ. എല്ലാ മതങ്ങളും, ഹിന്ദു മതമോ, ക്രിസ്തു മതമോ, ഇസ്ലാം മതമോ, സിഖ് മതമോ, ജൈന മതമോ, ബൗദ്ധ മതമോ, പാഴ്സി മതമോ, സ്വതവിഷ്ട മതമോ, ഏത് മതം എടുക്കൂ, യഹൂദ മതമോ ഏതെടുക്കൂ, ഏതെടുത്തു നോക്കിയാലും ആ മതത്തിൽ നിന്ന് മനുഷ്യന് കരകയറുവാൻ കഴിയാതെ ബന്ധനത്തിലകപ്പെട്ട് എത്രത്തോളം മതാചാരം അനുഷ്ഠിച്ചോ എന്നിട്ടും ഒരു സമാധാനവുമില്ലാത്ത, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കുഞ്ഞനാൾ മുതൽ എൻ്റെ പിതാവ് പറഞ്ഞു തന്നത് പ്രകാരം ദൈവങ്ങൾക്ക് കാവുകൾ ഉണ്ടാക്കുകയും അമ്പലം പണിയുകയും അവിടെ വിളക്ക് കത്തിക്കുകയും 16ഓളം ദൈവങ്ങളെ പൂജിക്കുകയും
എന്നാ വളർന്നു വന്നപ്പോൾ വിവാഹം കഴിച്ചു. എല്ലാവരും പിക്നിക്കിന് പോകുമ്പോൾ, ഹണിമൂൺ ആഘോഷിക്കാൻ പോകുമ്പോൾ ഞാൻ ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങാനാണ് പോയത്. തിരുവനന്തപുരത്ത് ഭാര്യ വീട്ടിൽ പോയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്നാമത്, രണ്ടാമത് ആറ്റുകോവിൽ ക്ഷേത്രം, ഇങ്ങനെ പ്രബലപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെയും സന്ദർശിക്കുകയായിരുന്നു എൻ്റെ പണി. കാരണം ഞാൻ ഭക്തനായിരുന്നു. എന്ത് ഭക്തിയാ! കഷ്ടതയിലായപ്പോഴാണ് മനസ്സിലായത് എനിക്കൊരു ഭക്തി ഉണ്ടായിരുന്നില്ല. കേവലം അറിയാതെ അജ്ഞതയിലുണ്ടായിരുന്നു മാത്രം. ഇവിടെ കൈയിന്റെ മുഖം വാടി, കൈയിന്റെ മുഖം വാടി. എന്താ കാരണം? അനുജന്റെ യാഗം ദൈവം പ്രസാദിച്ചു, ജ്യേഷ്ഠന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. അത് അവൻ കൃഷിഫലത്തിൽ അർപ്പിച്ചത് കൊണ്ടല്ല പ്രിയമുള്ളവരെ, അവൻ വിശ്വാസത്താലല്ല ഇത് അർപ്പിച്ചത്. മാതാപിതാക്കളൊക്കെ പറഞ്ഞു അവൻ ചെയ്യുമ്പോൾ ഞാനും ചെയ്യും. ആൾക്കാർ പോകുന്നില്ല. നിങ്ങൾ എത്രായിരം പേരാ പോകുന്നത്, അതിന് വലിയ നാമം പോകുന്നു. എൻ്റെ അപ്പൻ പറയും, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാനൊരിക്കൽ കൂത്തുപറമ്പിനടുത്ത് ഞങ്ങൾ പലപ്പോഴും പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രം പെർളശ്ശേരി അമ്പലമാണ്. ആ പെർളശ്ശേരി അമ്പലത്തിൽ പോകുമ്പോൾ ഒരു 10 വയസ്സിൽ ഞാൻ അമ്മയുടെ കൂടെ ശാന്തി പിടിച്ചു പോയതാണ്. തുലാപ്പത്തെന്ന് പറയുന്ന സമയത്ത് പാമ്പാണ്, ശിവന്റെ കഴുത്തിലുള്ള പാമ്പാണ് അവിടുത്തെ ആരാധനാമൂർത്തി. അപ്പോൾ ഈ കാട്ടിലൊക്കെ പണിയെടുക്കുമ്പോഴൊക്കെ അമ്മമാരും നേർച്ച നേരും, എന്തിനാ മൂർക്കം കടിക്കാതിരിക്കാൻ, പാമ്പ് കടിക്കാതിരിക്കാൻ. അന്ന് പോർട്ടാൻ എസ്റ്റേറ്റിൽ അധ്വാനിക്കുമ്പോൾ അണലിയുടെ കരിയായിരിക്കും ഈ പയറ് വള്ളി വടക്കി കൂട്ടുമ്പോൾ ഓരോ ദിവസവും വീതിയോടെ വന്ന് പറയും, മക്കളെ ഇന്ന് പാമ്പ് കടിക്കേണ്ടതായിരുന്നു. എത്ര പാമ്പിനെയാണ് കാണുന്നത്. മേസിന് വന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നിറച്ചു പിടിക്കും, സർപ്പബലി കൊടുക്കാം, ഇത്ര പൊട്ട സർപ്പബലി കൊടുക്കാം. ഒരു ദിവസം പോകുമ്പോൾ എന്തോ എനിക്കൊരു ദുശാഠ്യം വന്നു, അല്ലെങ്കിൽ ദുശാഠ്യം വന്നു. വൈകുന്നേരം തൊട്ട് ഞാൻ പറയാൻ തുടങ്ങി, തീർച്ചാന്ന് പറഞ്ഞാൽ തീർച്ച, ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും. 10 വയസ്സേ ഉള്ളൂ. പക്ഷെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, ഒരേ പൈസയില്ല, നീ വരണ്ട, ഞാൻ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ പൊക്കോളും. ഞാൻ പറഞ്ഞു തീർച്ചാന്ന് പറഞ്ഞ തീർച്ച. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു. ഞാൻ ഉള്ള ഷർട്ടും പാതിങ്ങനെ ടൗസറും ഇട്ട് വിലകാലെ അമ്മ എഴുന്നേറ്റ് ഒരുങ്ങുമ്പോഴേക്ക് ഞാൻ ഒരുങ്ങി മുമ്പേ ഇറങ്ങി. അമ്മ ഉണ്ടാക്കാൻ എടുത്തു എന്നെ. പക്ഷെ എന്നിട്ട് കേട്ടില്ല. തീർച്ചാന്ന് പറഞ്ഞ തീർച്ച, ഒറ്റ വാക്ക്. എന്തോ ഒരു ഭ്രാന്ത് ബാധിച്ച പോലെ. വല്യമ്മയുടെ അടുത്തെത്തിയപ്പോൾ, അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ അടുത്തെത്തിയപ്പോൾ അവരും ഉണ്ടെന്ന് വരുന്നു. പറഞ്ഞു, നീ കുഞ്ഞിനെ എറിയണ്ട, പറഞ്ഞു നല്ല കാര്യത്തിനല്ലേ വരുന്നത്, ഒരു ദേവസ്ഥാനത്തല്ലേ, കൊച്ചിനെ വിലക്കണ്ട, ഞാൻ കൊടുത്തോളാം അവൻ്റെ വണ്ടിക്കൂലി എന്ന് പറഞ്ഞ് അന്ന് പെർളശ്ശേരി അമ്പലത്തിൽ പോയി. പട്ടിണിക്കാലം, ഒരു വാലില, മമ്പറപ്പാലം വരെ വരുന്ന മമ്പറപ്പാലം ഇല്ലാന്ന് ചങ്ങാടത്തിൽ കയറി പോകണം. വലിയ ചങ്ങാടത്തിൽ കയറി അക്കരെ ഇളകുന്നത്. അങ്ങനെ പെർളശ്ശേരി എത്തി. ഞാൻ ശ്വാസം മുട്ടിപ്പോയി ജനത്തിൻ്റെ പെരുപ്പം കണ്ടിട്ട്. ഞാനന്ന് ഒരു മുതിർന്ന മനുഷ്യന്റെ മുമ്പിൽ 10 വയസ്സുള്ള കുട്ടിയായി ഞാൻ ശ്വാസം മുട്ടിപ്പോയി ജനത്തിന്റെ പെരുപ്പം കണ്ടിട്ട്. ഇത് കണ്ടിട്ടാണ് എൻ്റെ അപ്പൻ പറയുന്നത്, എത്രായിരം മനുഷ്യനാണ് മോനെ, പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴത്തില്ല, മണൽ വാരിയിട്ടാൽ നിലത്ത് വീഴത്തില്ല, അത്രമാത്രമാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടല്ല നാം ചെയ്യേണ്ടത്. വ്യക്തവും സ്പഷ്ടവുമായി ദൈവത്തിൽ നിന്നുള്ള വെളിച്ചം കിട്ടിയിട്ട ഈ കയ്യിൽ അവന്റെ മുഖം വാടി. പ്രിയമുള്ളവരെ, ഓരോ സാഹചര്യം വരുമ്പോ, വീട്ടിലെ പ്രശ്നം വരുമ്പോ, കുടുംബത്തിലെ ദാരിദ്ര്യം വരുമ്പോ, വീട്ടിൽ രോഗം വരുമ്പോൾ, അല്ലെ പ്രതീക്ഷിച്ച പോലെ ഒരു ഭാര്യ അല്ല ലഭിച്ചത്, എപ്പോഴും എന്ന് പറയുന്ന ആളാണെങ്കിൽ, പരാതിപ്പെടുന്നവളാണെങ്കിൽ, അപ്പാടെ കള്ളിഷാപ്പിലേക്കല്ല പോകേണ്ടത്. നമ്മൾ പോയത് വേണ്ടിയിട്ട് ആ കള്ളിഷാപ്പിലേക്കാണ് ചെന്നെത്തിയതിന്റെ ഫലം ഇന്ന് അനുഭവിക്കുകയാണ്. എന്നാൽ ഇതല്ല ഇതിന്റെ പരമത ഫലം. കയ്യിനോട് പറയുകയാണ്, അവന്റെ വഴിപാട് പ്രസാദിച്ചില്ല, കയ്യിൽ ഏറ്റവും കോപമുണ്ടായി. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചില വിഷയങ്ങൾ നടന്നില്ല എന്ന് കണ്ടപ്പോൾ, അപ്പോഴാണ് ബഹുഭൂരിഭാഗം മനുഷ്യരും അവർ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താനാണ് എവിടേക്ക് പോയത്? ലഹരിയിലേക്ക്, മറ്റനേകം പാപപ്രവൃത്തിയിലേക്ക് പോയത്. പക്ഷെ പ്രശ്നത്തിന് പരിഹാരം വരികയാണോ ചെയ്തത്? ആണോ?
നിങ്ങൾ പറയൂ, നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കൂ, എന്റെ പ്രശ്നം ബീഭത്സമാവുകയല്ലേ ചെയ്തത്? എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല ചെയ്തത്. എന്റെ ഭാര്യയുടെ അച്ഛൻ 55 വർഷക്കാലം പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്തതിന്റെ ഫലമായി മാരകമായ രോഗത്തിനടിമയായി, ക്യാൻസറിനടിമയായ അവസാനം അദ്ദേഹത്തിന് 2 കാലും മുറിക്കണം എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന അവസ്ഥയിലെത്തി. നിക്കോട്ടിൽ നിറഞ്ഞ് തളർന്ന് വീണുപോയി. എന്റെ അളിയൻ 46-ാമത്തെ വയസ്സിൽ പിടച്ചു മരിച്ചു. ലെഗ്സ് ക്യാൻസറായി. ആദ്യം ക്ഷയരോഗം വന്നു, പിന്നെ ക്യാൻസറായി. 2 ആളും ചെയിൻ സ്മോക്കറും അതേസമയം മദ്യപാനികളുമായി. ഞാൻ എത്രയോ വട്ടം അവരോട് സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞു, ഇനി കഴിക്കരുത്, നിങ്ങൾ മരിച്ചു പോകുകയേ ഉള്ളൂ. അത് തന്നെ സംഭവിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ അമ്മായിയപ്പനെ കണക്ക് കൂട്ടി കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ 8-ാമത്തെ വയസ്സിൽ എന്റെ അപ്പൻ പോലീസുകാരൻ മടിയിലിരുത്തി എന്റെ വായിൽ ഒഴിച്ചു തന്ന സാധനമായിരുന്നു. നീ എന്ത് ഉപദേശിക്കാരനാ? ഞാൻ ഇത് തന്നെ കഴിക്കും, ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല. മർമ്മം പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയിഴി മർമ്മം എനിക്കറിയാം. ഞാൻ ചാവും. ഒരു ദിവസം നിലത്ത് കിടന്ന് നെൽച്ചക്രം കറങ്ങുന്ന പോലെ കറങ്ങാൻ തുടങ്ങി. കാല് തളർന്ന് വീണു. പിറ്റേക്ക് 10 വിരലും പഴുത്തു. വിരലിന്റെ അറ്റങ്ങൾ പഴുത്ത് ചീഞ്ഞ് നഖമെല്ലാം പൊഴിഞ്ഞ് ആഴ്ചകളും മാസങ്ങളും കടന്ന് കറങ്ങി വേദന സഹിക്കവയ്യ. ഡോക്ടർമാർ ചെന്ന് പറഞ്ഞു, എന്തിനാ ഇങ്ങോട്ട് വന്നത്? മുറിച്ചു കളയുന്ന വൃത്തിയുള്ളൂ. 2 മുറിച്ചു കളയണം. പ്രിയ സഹോദരങ്ങളെ, നാം തേടിയത് കയ്യിന് കോപമുണ്ടായി. അവൻ ദൈവത്തെ കാണുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല, ദൈവം തന്റെ യാഗത്തെ പ്രസാദിച്ചില്ല. മാതാപിതാക്കൾ പറഞ്ഞു കേട്ട് ചെയ്തതാ, മതകർമ്മമായി ചെയ്തതാ. ഒരു മതത്തിനും മതകർമ്മം കൊണ്ട് ദൈവത്തിൽ എത്താൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല, മറിച്ച് ദൈവം ഇങ്ങോട്ട് വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നിന്റെ രക്ഷകൻ ഞാനാ. അതുകൊണ്ടാണ് യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്ന. മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നവനായതുകൊണ്ടാണ് രക്ഷകൻ എന്ന് വിളിച്ചത്. സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ഈ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം നമ്മളുടെ അപ്പനും അമ്മയും പറഞ്ഞു, മോനെ ഞാനാണ് നിന്റെ അപ്പൻ, പാപ്പാന്ന് വിളി, അല്ലെ ഡാഡിന്ന് വിളി, അല്ലെങ്കിൽ പപ്പാന്ന് വിളി. നമ്മളതനുസരിച്ച് വിളിച്ചു. വളർന്നപ്പോൾ നമുക്ക് മനസ്സിലായി നാം പപ്പയെ പോലെയോ മമ്മിയെ പോലെ തന്നെയാണ്. നമുക്ക് DNA പരിശോധനയൊന്നും നടത്തേണ്ട ആവശ്യം വന്നില്ല. ഇതുപോലെ സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നു, മകനെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും, നീ മാത്രമല്ല നിന്റെ കുടുംബവും എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. 39 ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ഒരു രാത്രി എല്ലാ ആശകളും നഷ്ടപ്പെട്ടു. ആശ സാധിക്കുമ്പോഴാണ് ആശ സാധിക്കും എന്നുള്ളപ്പോഴാണ് പ്രത്യാശ. ആശ സാധിക്കില്ല എന്ന് കാണുമ്പോൾ നിരാശ. നിരാശയിലേക്ക് അടിപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിൽ 39 വർഷം മുമ്പേ ഒരു രാത്രി ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെങ്കിലും പിടികൊടുത്തില്ല. ഇതൊരു മതമാറ്റമാണോ എന്ന സംശയത്തിൽ ഞാൻ പിടികൊടുത്തില്ല. ഞാൻ ആര് പറഞ്ഞാലും പെട്ടെന്നൊന്നും അങ്ങ് അംഗീകരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഇയാൾ എന്റെ സൂത്രത്തിൽ ഞാൻ കിടപ്പിലായപ്പോൾ എന്നെ മതം മാറ്റാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് വേവിച്ചെന്നെ പറഞ്ഞതങ്ങ് അങ്ങ് എടുത്തൊന്നുമില്ല. ഞാൻ വീണ്ടും സങ്കടത്തിലായി, വീണ്ടും നിരാശയിലായി, വീണ്ടും ദുഃഖത്തിലായി. എൻ്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ച് ജ്യേഷ്ഠന്റെ വീട്ടിൽ ഒരു കൊച്ചി ചായപ്പിൽ, നിങ്ങൾക്കറിയോ, സങ്കല്പിക്കാൻ കഴിയാത്ത, ഇന്ന് ഞാൻ കേരളത്തിലൊട്ട് ഞാൻ അന്വേഷിച്ചു നോക്കുക, അതുപോലൊരു കുടി, അതുപോലത്തെ ഒരു ഷെഡ് കണ്ടു കിട്ടുമോ എന്ന് ഇല്ല, ഒരിടത്തുമില്ല. 5-6 കാട്ടുകമ്പ് വെട്ടിവെച്ച് അതിന്റെ മേലെ 2-3 മുളയും കയറി വെച്ച് ഒരു 5-6 വരി ഓല കെട്ടി ചുറ്റിലും ഉപ്പുചാക്ക് കഴുകിക്കൊണ്ടുവന്ന്, പ്ലാസ്റ്റിക്കിന്റെ ഉപ്പുചാക്ക് ചേട്ടായി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, കട്ടിൽ കിടക്കുന്ന എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞടാ, ഇതതിന് കിടന്നിടത്ത് അഴിച്ചു തുന്നിത്താണ്, എന്നെ ഷീറ്റാക്കി തണുപ്പടിക്കാതിരിക്കാൻ, മഴ നനയാതിരിക്കാൻ കെട്ടിത്തരാം. ആ ഷീറ്റിന്റെ ഓലയുടെ ഉള്ളിൽ കിടന്ന അർദ്ധരാത്രി ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ കേട്ടത്, ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കൂ,
രക്ഷ പ്രാപിക്കൂ. ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകുമെന്നറിയുക. അന്ന് രാത്രി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് ബൈബിൾ പറയുന്ന യേശുവിനെ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഇത് അവസാന പരീക്ഷണ, അല്ലെങ്കിൽ എങ്ങനെയും മരിക്കാം. അന്ന് രാത്രി ഞാൻ എൻ്റെ ഉള്ളം തകർന്നവനായ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. അന്നാണ് ആദ്യമായിട്ട് പാപം സമ്മതിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും എനിക്കറിയാം, നിങ്ങളുടെ പാപം സമ്മതിക്കില്ല. ഓ, എന്തോ തെറ്റ്, ഇതൊക്കെ തെറ്റാ, ഇതൊക്കെ ഒരു തെറ്റാ. നമ്മൾ ചോദിക്കുന്നില്ല, ഓ ഇതൊക്കെ എന്തോന്ന് തെറ്റാ, ഇതൊന്നും തെറ്റല്ല. പുഴുത്ത നാവായിരുന്നു ഈ നാവ്. പട്ടണത്തിലെ ഓവിചാലി കണ്ടിട്ടില്ല, പുഴുത്ത ഓവിചാലി. ഈ ഓവിചാലി പോലെ ഇരുന്ന നാവായത്. എന്റെ അപ്പൻ തെറി പറയും, അമ്മയ്ക്കേ പറയൂ. ആ പാരമ്പര്യത്തിൽ വന്ന ഞങ്ങൾ ഓരോരുത്തരും അതേ തെറിയാ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്മാർ ഏറിയില്ല, ജോലിയും പണിയൊക്കെ അവരും നല്ലപോലെ തെറി പറയും, ഞങ്ങളും അത് ഏറ്റുപാടി പറഞ്ഞു. അപ്പൊ ഇതെല്ലാവരുടെയും ഒരു ശൈലിയാണെന്ന് മനസ്സിലാക്കി. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഈ അവസ്ഥയിലാണെങ്കിൽ ശരീരം തകർന്നു പോകുമ്പോഴും 5 മണിക്കൂർ സംസാരിച്ചാലും മടിക്കാത്ത കൃപ ദൈവം തന്നു. കൃഷ്ണൻകുട്ടി സാർ പറഞ്ഞ പോലെ, സമയം തരിക, വെള്ളം വേണ്ട. സമയം തരിക, വെള്ളം വേണ്ട. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, ചൈനയിലെ മറ്റെത്തിപ്പെട്ടെങ്കിൽ അവർ പറഞ്ഞ 2 മണിക്കൂറിന് സംസാരിക്കാൻ കഴിയാത്തവരാരും ഇങ്ങോട്ട് വരണ്ടാണ് രഹസ്യ സമയത്ത്. പക്ഷെ ഇവിടെ അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ പറ്റൂ. കാരണം ഇവിടെയെല്ലാം നമ്മൾ അങ്ങനെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുക. പൗലോസിന്റെ കാലമൊന്നും അല്ലല്ലോ ഇത്. രാത്രി മുഴുവനും പ്രസംഗിച്ചിട്ട് യൂത്തിക്കോസ്റ്റ് ജനലിന് കിളിവാതിൽ വീണ് മരിക്കാൻ തന്നെ വേണം. പ്രിയമുള്ളവരെ, ഈ കയ്യിന്റെ മുഖം വാടി അവന് ഏറ്റവും കോപമുണ്ടായി. നമ്മുടെ നിരാശയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷയം സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, നമ്മൾ തേടിയ കുറുക്കുമാർഗമാണ് ഈ വഴികൾ. ഈ വഴി നിങ്ങളെ ഒരിടത്തും കൊണ്ടുവന്ന് രക്ഷിക്കയില്ല. ആ താവട്ട് വായിക്കുന്ന എങ്ങനെയാണ്, അവന്റെ മുഖം വാടി അവന് ഏറ്റവും കോപമുണ്ടായി. വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ഭാര്യയുമായിട്ട് കലഹമുണ്ടായി. മിക്ക ഭർത്താക്കന്മാരും ആദ്യം പോകുന്ന മദ്യഷാപ്പിലേക്കാണ്. ഇതിന് പരിഹാരമല്ലാതെ അത് വീണ്ടും വീണ്ടും നിങ്ങളെ കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക് തള്ളുകയുള്ളൂ. ഇങ്ങനെയാണ് യെശയ്യാ 55-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വാക്യം: അപ്പമല്ലാത്തത് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തത് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നതിന് എന്ന് പറഞ്ഞാൽ, അപ്പം തിന്നാൽ നിങ്ങൾക്ക് വിശപ്പ് മാറും. ഇത് അപ്പമല്ല. ആണോ? കഴിക്കുന്ന സാധനം അപ്പമാണോ? അപ്പമല്ല. എന്ന് പറഞ്ഞ ഭക്ഷണമല്ല. ഇത് കഴിച്ചുകൊണ്ട് വിശപ്പ് മാറുകയില്ല, വിശപ്പ് മാറുകയില്ല. എന്റെ കൂടെയുള്ള ഭൂതം പറയുമായിരുന്നു, പലപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല പഴയ കഥകളും പറയും. അപ്പൊ അവൻ പറയുക, എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. ഇല്ല, കിട്ടിയത് കൊണ്ടുപോയി ഇത് കുടിക്കാൻ തുടങ്ങിയ പിന്നെ കുടിയോട് കുടി, പിന്നെ ഭക്ഷണമില്ല, പിന്നെ ഭക്ഷണം ഇല്ല. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, ശരീരം തകർന്നു. അപ്പമല്ലാത്ത നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്ത നിങ്ങളുടെ പ്രയത്ന ഫലവും. ഞാൻ ചോദിക്കട്ടെ, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാ നമ്മൾ 500 രൂപ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ 1000 രൂപ കണ്ടെത്തുന്നത്? 1000 രൂപ കണ്ടെത്തുന്നത് അതിൽ കൊണ്ടുപോയി 750 കൊണ്ടുപോയി ഷാപ്പിൽ കൊടുത്തതിന് ശേഷം പിന്നെ എന്താ കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിനുള്ളത്? എന്നിട്ട് നമ്മൾ വിലപിക്കുകയാണ്, ഞാൻ ദരിദ്രനായി പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭൂമിയിൽ ആരെങ്കിലും ദരിദ്രനായി ജനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഭൂമിയിൽ ആരെങ്കിലും സമ്പന്നനായി ജനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏത് ധീരുഭായ് അംബാനിയുടെ മകൻ മുകേഷ് അംബാനി ആണെങ്കിലും, ലോകം കണ്ട കോടീശ്വരന്മാരാണെങ്കിലും, മൈക്രോസോഫ്റ്റിന്റെ MD ആയിരിക്കുന്ന ആളാണെങ്കിലും, ഇലോൺ മസ്ക് ആണെങ്കിലും, ലോകം കണ്ട ധനവാന്മാരാരും തന്നെ ജനിച്ചു വന്നപ്പോ ധനവാനല്ല. അതുപോലെ കുപ്പായ ഇട്ടിട്ടാണ് വന്നത്? വല്ല സൂട്ടും കോട്ടം ഇട്ടിട്ടാണ് വന്നത്? അല്ലെ നമ്മുടെ ഭാരതീയ കഥയിലെ പോലെ അമ്പും വില്ലും ചക്രവും ഗദയും വാളും കൊണ്ടൊക്കെയാ ചില ആൾ വന്നെന്നാ വന്നത്. അങ്ങനെ വന്നെങ്കിൽ പിന്നെ അമ്മയുടെ കാര്യം കഷ്ടം തന്നെ.
ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മളാരും ദരിദ്രനായി ജനിച്ചിട്ടില്ല, ധനവാനായും ജനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ ഭൂമിയിലെ മനുഷ്യൻ ഇങ്ങനെയായത്? നിങ്ങൾക്കറിയാം, 100 രൂപ കിട്ടിയാൽ ഞാൻ ജീവിക്കും. ഒരു ദിവസം 100 രൂപ കൊണ്ട് ഞാൻ ജീവിച്ചു. കാരണം എന്താണെന്നറിയാം? ഒരു കഷ്ണം, ഒരു ദോശ എനിക്ക് രാവിലേക്ക് മതി, ഒരു കഷ്ണം പൊട്ട് കിട്ടിയാൽ മതി, അര ചോറ് മതി. ഞാൻ പറഞ്ഞ 100 രൂപ കൊണ്ട് ജീവിക്കാം. ഞാൻ ഏറ്റവും തുച്ഛമായി ജീവിച്ചവനാണ്, പട്ടിണി ഏറെ കടന്നവനാണ്. പക്ഷേ എന്റെ ചെറുപ്പം മുതൽ മദ്യവും പുകവലിയും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എന്നെ പഠിപ്പിക്കാൻ നോക്കിയെങ്കിൽ അവരെല്ലാം ഇഹലോകവാസം വെടിഞ്ഞു. എന്നെ പുകവലിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ 50-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്കായി മരിച്ചു. എണ്ണിപ്പോയി പൈതന്റെ മകൻ മുകുന്ദൻ. 50-ാമത്തെ വയസ്സിൽ. ഞാൻ 63 ഇപ്പോഴും നിൽക്കുന്നു. 90 തന്നെ ജീവിക്കുകയും ചെയ്യും. നിങ്ങൾ എനിക്ക് ഇയാളെന്താ ഭ്രാന്ത് പറയുന്നത്? ഞാൻ ഇന്ന് തട്ടിപ്പോയാലോ? ഞാൻ പറഞ്ഞ പോയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രത്യാശയുടെ വാക്ക് പറയുന്നത് നഷ്ടമൊന്നുമില്ല, പണം മുടക്കൊന്നുമില്ലല്ലോ. ഞാൻ പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ വാക്കേ പറയൂ. എന്റെ യേശു യായിറോസിന്റെ മകൻ മരിച്ചു കിടക്കുക. വിളിക്കാൻ പോയ ആള് വൈകെത്തിയപ്പോ പറഞ്ഞു, നിന്റെ മകൻ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. അയാൾ നിന്ന് നിലവിളിച്ചതാണ്. യേശു പറഞ്ഞു, സാരമില്ല മോനെ, ഭയപ്പെടണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. അവന്റെ കൂടെ യേശു പോയി. 100 കണക്കിന് 1000 ആളും അവിടെ ചെന്നപ്പോ കരച്ചിലും വിലാപകാലങ്ങളുമാണ്. വിലപിക്കുന്നവരെയൊക്കെ യേശു പുറത്താക്കി. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഇവനെ ഇവിടുന്ന് വന്ന വിടുവായ, ഞങ്ങൾക്കറിയത്തില്ലയോ കൊച്ചു മരിച്ചെന്ന്? എത്ര മണിക്കൂറായി കൊച്ചു മരിച്ചിട്ട്? ഇന്നത്തെ പോലെ വാഹനവും കാറും ജീപ്പും ലോറിയൊന്നും വന്നില്ലല്ലോ, നടന്നിട്ട് വേണം പോകാൻ. നടരാജ് മോട്ടോർ സർവീസ്. അവസാനം യേശു അവരെയൊക്കെ പുറത്താക്കി. എന്നിട്ട് പറഞ്ഞത്, മകൻ മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ. കണ്ടോ? എന്ത് യേശു അറിയാതുകൊണ്ട് പറഞ്ഞതാ? ദൈവം പോലും എപ്പോഴും പ്രത്യാശയുടെ വാക്കേ പറയുന്നുള്ളൂ, നിരാശയുടെ വാക്ക് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോലും പ്രത്യാശനാണ്. അകത്ത് പോയി ബാലേ എഴുന്നേൽക്ക, തലീഥാ ഖൂമി എന്ന് എബ്രായ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് വന്നു. നോക്കൂ, അവര് പറഞ്ഞിടത്തല്ല എത്തിയത്, പ്രത്യാശയുടെ വാക്ക. അതുകൊണ്ട് സ്നേഹിത, സഹോദര, നാം ഇങ്ങനെ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ബലമുള്ള കരമുണ്ട്. അങ്ങനെ കയ്യിൽ ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി. എന്നാലേ യഹോവ അവൻ കയ്യിനോട്, നീ കോപിക്കുന്നതിന്, നിന്റെ മുഖം വാടുന്നത്. ഇന്ന് നമ്മോട് ദൈവം ചോദിക്കുന്നത്, നീ നിരാശപ്പെടുന്ന എന്തിനാണ്? നീ കോപിക്കുന്ന എന്തിനാണ്? മറ്റൊരുത്തന്റെ വീട്ടിൽ സമ്പത്തുണ്ട്, മറ്റൊരുത്തന്റെ കുടുംബത്തിൽ ആനന്ദമുണ്ട്, മറ്റൊരുത്തന്റെ കുടുംബത്തിൽ പാട്ടുണ്ട്. നിന്റെ കുടുംബത്തിൽ കരച്ചിലും നിലവിളിയും മുറവിളിയും സങ്കടവും തല്ലും ബഹളവും മരണവും ഭീതിയുമാണ്. ഇത് കണ്ടിട്ട് നീ വീണ്ടും 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 ആ പഴുതിലേക്ക് പോവുകയല്ല. അത് നിനക്ക് പരിഹാരം വരുത്തുന്ന ഒന്നല്ല. ഇത് അച്ചട്ടായി നിങ്ങൾ ഉറച്ചിരിക്കണം. ഇന്നലെ വരെ നിങ്ങൾ ശീലിച്ച തെറ്റായ സംഗതികൾ നിങ്ങളെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പറ്റുന്നതല്ല. മറിച്ച് ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആലയമായി, അമ്പലമായി നിങ്ങളുടെ ഉള്ളം മാറിയാൽ, നിങ്ങളുടെ ശരീരം മാറിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കും. പള്ളിയിലല്ല, അമ്പലത്തിലല്ല, മോസ്കിലുമല്ല, ഗുരുദ്വാരയിലുമല്ല, ഈ ലോകം കണ്ട മതത്തിന്റെ ഒരു സ്ഥാപനത്തിലുമല്ല ദൈവം പാർക്കുന്നത്. ദൈവത്തിന് കെട്ടിടവും വേണ്ട, ദൈവത്തിന് കെട്ടിടവും വേണ്ട. വെളിപാട് അവസാനം പറയുന്നത്, മന്ദിരം അതിൽ കണ്ടില്ല. ദൈവത്തിന്റെ മന്ദിരം കണ്ട ജീവക്കല്ലുകളാണ് നമ്മൾ കൂടിയിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. 2 അതിലധികമോ പേർ എവിടെ കൂടി വന്നാലും ഞാൻ അതിന്റെ നടുവിൽ ഉണ്ട് എന്ന് അവിടുന്ന് അരുളി ചെയ്തതിന്റെ കാരണം അതാണ്. അവന്റെ മുഖം വാടി, അവൻ ഏറ്റവും നിരാശനായി. അടുത്ത ഭാഗം കൂടെ നോക്കിയാട്ട്, വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപത്തിന്റെ വാതിൽക്കൽ കിടന്നു. പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിൽ നാം പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുകയാണ്, നമ്മുടെ കൺമുമ്പിൽ കിടക്കുകയാണ്. അതിന്റെ ആഗ്രഹം മുഴുവനും നിങ്ങളിലേക്ക് കയറിപ്പറ്റാനാണ്. പാപത്തിന്റെ ആഗ്രഹം
ഒരു മനുഷ്യനിലേക്ക് കയറി പറ്റാനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇത്തിൽ കണ്ണി എന്ന് ഞങ്ങൾ വിളിക്കും, ചിലർ പുല്ലുണ്ണി എന്ന് പറയും. മരത്തിന്റെ മുകളിൽ അല്ലേ കേട്ട, മരത്തിന്റെ മാവിന്റെ മുകളിലും പ്ലാവിന്റെ മുകളിലും ചില മരത്തിന്റെ മുകളിലൊക്കെ പറ്റി പിടിച്ചുണ്ടാകുന്ന ഒരു സാധനമാണ് ഈ പുല്ലുണ്ണി അല്ലെങ്കിൽ ഇത്തിൽ കണ്ണി. ഈ ഇത്തിൽ കണ്ണി ഒരിക്കലും മണ്ണിൽ വേലിറക്കി വളം വലിച്ചെടുക്കുന്നില്ല, വെള്ളം വലിച്ചെടുക്കുന്നില്ല. മറിച്ച് അത് ആ മരത്തെ കാർന്ന് അതിലേക്ക് വേലിറക്കി മരം വലിച്ചു കൊണ്ടുവരുന്ന പോഷണങ്ങളെല്ലാം, ജലവും പോഷണവും എല്ലാം യവനങ്ങ് ആസ്വദിക്കുക. അതുകൊണ്ടാണ് ഇത്തിൽക്കണ്ണി ഒരു കൊമ്പിൽ പിടിച്ച് പിടിമുറുകിയാൽ കൊമ്പ് പഴുത്തു മെല്ലെ ഉണങ്ങാൻ തുടങ്ങും. ഇത്തിൽക്കണ്ണി അവിടെ തന്നെ ജാഗ്രതയോടെ നിൽക്കും. കാരണം എന്താ, പിടിച്ചുകൊണ്ട് വരുന്ന മരം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതല്ല, യവനകത്താക്കുക. ഇതുപോലെയാ പാപം നമ്മുടെ മേൽ പിടിമുറുക്കിയാൽ അവൻ നമ്മിൽ അധിവസിച്ച് ഇതിന്റെ പിൻപിൽ ഒരു ആത്മാവുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അവരല്ലല്ലോ നിങ്ങൾ. 3 ആത്മാക്കളുണ്ട് ഭൂമിയിൽ. 1 ദൈവാത്മാവ്, 2 മനുഷ്യാത്മാവ്, 3 പൈശാചികാത്മാവ്. ഈ 3 ആത്മാക്കളിൽ മനുഷ്യന്റെ ഉള്ളിൽ പാർക്കുവാൻ ദൈവ അനുവാദം കാത്തു നിൽക്കുന്നു. പിശാചി ചവിട്ടി പൊളിച്ചകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ അനുമതിയിലല്ല. അങ്ങനെയെങ്കിൽ കൈന മുഖം പാടി അവന് ഏറ്റവും കോപിച്ചു. നിങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഒന്നും വേണ്ട, മറ്റെവിടെയും പോണ്ട, ഇന്ത്യ രാജ്യമൊന്നും പോണ്ട. കേരളത്തിൽ നടക്കുന്ന കൊലപാതകത്തിന്റെ സംഖ്യ എടുക്കും. 99.9% മദ്യപാനത്താൽ നടക്കുന്ന കൊലപാതകങ്ങളാണ്. സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. ഇങ്ങനെ നാനാ തരത്തിലുള്ള കൊലപാതകം നടക്കുന്നു. കാരണം എന്താ? ഒന്നാണ് ഈ മദ്യം. ഗവൺമെന്റിന് വേണ്ടതും അതാണ്. കാരണം ഇപ്പൊ കേരള ഗവൺമെന്റ് നിൽക്കുന്നത് സ്വാഭാവികമായി മറ്റുള്ള ഗവൺമെന്റുകളെ പോലെ എന്തെങ്കിലും 4 കാശ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടല്ല ജനങ്ങളുടെ കാര്യം നോക്കുന്നത്. ലോട്ടറി വിറ്റിട്ടും മദ്യം വിറ്റിട്ടും. ഏറ്റവും കൂടുതൽ ദരിദ്രരാകുന്ന 2 മാർഗം. ഏറ്റവും കൂടുതൽ ദരിദ്രരാ കൂടുതൽ മദ്യപിക്കുന്നത്. അവരെ തന്നെ കുളിപ്പിച്ച് അവരുടെ വീട്ടിലുള്ളതും കൂടെ ഊറ്റിയെടുത്ത് തന്റെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്, തനിക്കൊരു വീടുണ്ടാക്കേണ്ടത്. എന്തുകൊണ്ടാ? എൻ്റെ അടുത്തൊരു നേഴ്സുണ്ട്. ആ കുട്ടിയുടെ ഭർത്താവ് നല്ല കുടിയനാണ്. ഇപ്പൊ ഹാർട്ട് പേഷ്യന്റുമായി. അലർജി കൊണ്ട് ശരീരത്തിൽ വേറെ രോഗം കിടക്കുന്നു. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. എത്രയോ വർഷങ്ങളായി കാശിന് പണിയെടുക്കാൻ പറ്റാതിരിക്കുന്നു. സിമെന്റ് തൊട്ടാൽ അലർജി, മണ്ണ് തൊട്ടാൽ അലർജി. ഇപ്പൊ ഹാർട്ട് പേഷ്യന്റുമായി. എന്നിട്ട് അഥവാ ഏതെങ്കിലും ഇതിന്റെ ദേശം ചികിത്സിച്ച് അല്പം കുറവ് വരുമ്പോ ഒരു ദിവസം പണിക്ക് പോകും. ഒറ്റ ദിവസം പണിക്ക് പോയാൽ അന്ന് വരുമ്പോ വൈകുന്നേരം എന്തായിരിക്കും? ഫുൾ ടാങ്കായിട്ട് വരും. ആ കുട്ടി എത്ര പറഞ്ഞിട്ട് നിവൃത്തിയില്ല. ഞാൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് വേണം ആ കുട്ടി ആ കുടുംബത്തെ തുഴയാൻ. എവിടെയാ എത്തേണ്ടത്? ഒരു കുടുംബനാഥനാണ്. അപ്പമല്ലാത്തിന് തന്റെ പണം മുഴുവനും ചെലവഴിക്കുന്നു, അധ്വാന ഫലം ചെലവഴിക്കുന്നു. എന്നിട്ട് യെശയ്യാവ് 55 പറയാണ്, വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ, വെള്ളവും വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവേൻ. വിവരിക്കാൻ എനിക്ക് സമയമില്ല. വെള്ളവും വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളും. 8 മണിക്ക് 8 ഭക്ഷണമാകുമോ? ശരിക്കും പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, കയ്യിന്റെ കോപമുണ്ടായി. എന്നിട്ട് അവൻ പരിഹാരത്തിന് നമ്മൾ പോയതുപോലെയാ പോയത്. നമ്മൾ പോയ വാക്യം എന്താണ്? എങ്കിൽ പ്രസാദ് ദൈവം പറയാ, നീ നിന്നിൽ നിന്ന് നന്മയല്ല വരുന്നത്, കോപമാണ് വരുന്നത്. കോപം കുലപാതക തുല്യമെന്ന മത്തായി സുവിശേഷത്തെ കർത്താവ് അരുളി ചെയ്തത്. ഒരൊറ്റ കോപം മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയാ, ഒറ്റ കോപം. മയക്കുമരുന്നോ മദ്യമോ അടിച്ചാൽ ഒരു മനുഷ്യൻ സ്വന്തം അമ്മയെ കൊന്നു. അവൻ പോകുമ്പോൾ അവന്റെ മുഖഭാവം കരച്ചിലോട് കരച്ചിൽ. പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ നിലവിളിയാണ്. എന്താ നിലവിളിക്കുന്നതിന്റെ കാരണം? അമ്മയെ കൊന്നു. സമൂഹമെല്ലാം പറഞ്ഞു അമ്മയെ കൊന്ന ദുഷ്ടൻ. അമ്മയെ കൊന്ന നിങ്ങൾക്കറിയോ? സ്വബോധം ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യ അമ്മയെ കൊല്ലുവോ? ഒരിക്കലും സാധ്യമല്ല.
സ്വന്തം അമ്മയെയും അപ്പനെയും മക്കളെയും എത്ര കേരളത്തിൽ സ്വന്തം മക്കളെ സ്വന്തം കൈകൊണ്ട് കൊന്നു. മദ്യമെന്ന ഒരൊറ്റ പിശാചിന്റെ ആയുധമുണ്ട്. നിങ്ങൾക്കറിയോ, മദ്യപാനം എന്ന ഒരൊറ്റ പാപം മതി അനവധി പാപത്തിലേക്ക് മനുഷ്യ ജീവിതം ചെന്ന് വീഴും. അതുകൊണ്ടാണ് പാപത്തിന്റെ ഭീകരമായ കാഴ്ചക്കും ആദ്യമൊക്കെ വളരെ ലഘുവായി തോന്നും. കുറച്ചങ്ങോട്ട് പോയാൽ കരകയറുവാൻ കഴിയാത്ത ഭീഭത്സമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടും. അതോടുകൂടി പിന്നെ മരണമല്ലാതെ മറ്റൊന്നില്ല. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്യം കൂടി പറയട്ടെ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരണമല്ല, നിത്യകാലം ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുക. അതാണ് ബൈബിൾ പറയുന്നത്. അറിയാം, ഇവിടെ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ആ നിത്യമരണത്തിലേക്ക് പോകാതെ ദൈവം തടയിട്ടാണ് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ടാണ് കാലത്തിന്റെ അവസാനം ദൈവത്തിന്റെ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 വിവരിക്കാൻ സമയം പോരാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങൾ തന്നെ എന്നെ സൂക്ഷിച്ചു നോക്കൂ. 39 വർഷങ്ങൾക്ക് മുമ്പേ മരണത്തിന്റെ മുമ്പിലെത്തിയ ഞാൻ എന്നേക്കുമായി എൻ്റെ ഡയറി കുറിപ്പ് ഇന്നും പോയിട്ടില്ല. എൻ്റെ മോന് വേണ്ടി ഞാൻ ഡയറി കുറിപ്പ് എഴുതി, ചുവന്ന മഷി. എന്നിട്ട് പറഞ്ഞു, മോനെ, മോൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഓർക്കണം, അച്ഛൻ മോനെ കാണുവാനേറെ ആഗ്രഹിച്ചു. 3 വർഷക്കാലം മോനെ കാണുവാനായിട്ട് സാധ്യമായിരുന്നില്ല. മോൻ ഇത് വായിക്കണം, അച്ഛൻ അധ്വാനം ചെയ്തിരുന്നു. മോനെ കാണുവാനേറെ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ മരത്തിൽ നിന്ന് വീണ് നട്ടല്ലൊടിഞ്ഞ് വളരെ ദുഃഖത്തിനായി പോയി. ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് അച്ഛൻ മരിച്ചു പോകും. പാൽമുഖത്തി എന്നുള്ള ചിന്ത ഉള്ളിൽ ദൃഢമായി. എങ്ങനെ മരിക്കണം എന്നുള്ള ചിന്ത. അതുകൊണ്ട് അച്ഛൻ മരിച്ചു പോകും, നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സാരോപദേശങ്ങളൊക്കെ എഴുതി. ചില ദിവസങ്ങളൊക്കെ ഞാൻ ഈ ഡയറി കുറിപ്പ് തുടർന്നു. ഓരോ ദിവസവും താഴെ ഒപ്പിടും. നിങ്ങൾക്കറിയോ, ആ നാഴികയിൽ ഒരു ദിവസത്തെ തള്ളി നീക്കിയത് 1000 വർഷം പോലെയാണ്. സമാധാനമില്ല. പ്രിയ സഹോദരങ്ങളെ, സമാധാനമില്ലാത്തത് കൊണ്ടാ ദൈവവും നാമും തങ്ങളിൽ ബന്ധമില്ല. ആദാമിൽ തുടങ്ങി അകച്ച അകന്നുപോയി. അത് ഭീകരമാവണ്ണം അകന്നുപോയി. ദൈവവുമായി ഒരു ബന്ധവും നമുക്കില്ല. നമ്മൾ ഏത് മതത്തിൽ പോയാലും എവിടെ പോയിട്ട് കാര്യം. എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ മോനുണ്ട്, വിജേഷ്. 40 വയസ്സിനെടുത്തു, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. വിജേഷിന്റെ കൂടെ പഠിച്ചിരുന്നു. ഉണ്ടായിരുന്നു ഇവിടെ, വിജേഷിന്റെ കൂടെ പഠിച്ച അവൻ മുഴുവൻ മധ്യമനാണ്. അവർ മതം മാറി യാക്കോബായ സമുദായത്തിലേക്ക് പോയതാണ് കുടുംബമായി. എന്നോട് പറഞ്ഞു, പാപ്പാ ഞാൻ മലയാറ്റൂർ പോയി. ഞാൻ പറഞ്ഞു, എന്തിനാടാ? ഞാൻ കുരിശി ചുമന്നുകൊണ്ട് പോയി. ഞാൻ പറയണ പോലെ, എന്നിട്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. നീ വലിയ മരത്തടി എടുത്തോണ്ട് കയറി പോയിട്ട് ഒരു മാറ്റവും വന്നില്ലല്ലോ. അപ്പ അവൻ ചിരിച്ചു തള്ളിയച്ചു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവന്റെ പെങ്ങളിൽ നിന്ന് കേട്ടു, ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മതവും ജാതിയൊന്നും മനുഷ്യനെ ഒരിടത്തും കൊണ്ടെത്തിക്കുന്നില്ല. മറിച്ച് തന്റെ സൃഷ്ടാവുമായി എന്ന് കണക്ട് ചെയ്യപ്പെടുമോ, തന്നെ ജനിപ്പിച്ച സൃഷ്ടാവുമായി എന്ന് ബന്ധപ്പെടുമോ, എന്ന് ജീവബന്ധത്തിലേക്ക് വരുമോ, അന്ന് നിന്റെ ജീവിതം ധന്യമായി. ഇങ്ങനെ മരണക്കുറിപ്പ് എഴുതിയാൽ തലച്ചിഞ്ഞാൻ വെട്ടി വിൽക്കാലത്ത് എന്റെ മകനെ കാണുകയില്ലെന്ന് ഞാൻ വിചാരിച്ചു. മകന്റെ മകനെയും കാണുവാൻ സംഗതി വരുത്തി. നിങ്ങൾക്കറിയോ, 40 വർഷം ഞാൻ തികയും ദിവസം ചിലപ്പോൾ ആഘോഷിക്കും. ഞാൻ വീണതിന്റെ 23 വർഷം തികഞ്ഞപ്പോ ആഘോഷിച്ചു. പായസം വെച്ചു. ചുവന്ന പായസം പണ്ടത് യാക്കോബിന്റെ പോലെ പ്രഥമൻ.
അയൽവക്കക്കാർക്കെല്ലാം കൊടുത്തു. അന്ന് 2-3 ദൈവദാസന്മാർ കയറി വന്നു. ഒരു ഉത്തമ പാസ്റ്റർ ഹിന്ദുവിൽ നിന്ന് പാത്തിപ്പാലിന്റെ വിശ്വാസത്തിൽ വന്ന പാലിൽ ബോംബെയിൽ എല്ലാ വിശ്വസവും തകർന്നിട്ട് രക്ഷിക്കപ്പെട്ടു വന്നാണ്. ഈ മനുഷ്യൻ കയറി വന്നപ്പോൾ വേഗം എൻ്റെ ഭാര്യ പായസം കൊണ്ട് കൊടുത്തു. ചുവന്ന പായസം. ഞങ്ങൾ പ്രഥമനെന്ന് വിളിക്കും. വേഗം ആസ്വദിച്ചു തുടങ്ങി. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ആരുടെ ബർത്ത്ഡേയാണ്? ആദ്യം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വീണ ദിവസമാണ്. ഞാൻ മരത്തിൽ നിന്ന് വീണ 23 വർഷം തികയുന്ന ദിവസമാണ്. പായസം കൈവാങ്ങി രുചിച്ചു തുടങ്ങി. അവരെ മരവിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ മരവിച്ചു പോയി. സ്റ്റക്കായിട്ട് പറഞ്ഞു. കുറെ സമയത്തെ കനക്കമില്ലാതെ ഇതും പിടിച്ച് ഒരൊറ്റ ഉത്തം പാസ്റ്ററിനോട് ചോദിച്ചു, അല്ല ബ്രദർ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആഘോഷങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരന്തം ഏറ്റുവാങ്ങിയൊരു മനുഷ്യൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ നിർത്തിയില്ല. 3 രൂപ കാലിന് ചുറ്റി വെച്ചിരിക്കുകയാണ്. വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. ഈയൊരു ഒരു പാസ്റ്റുണ്ട് ചാലക്കുടി, ഇതുപോലെ കെട്ടിടത്തിൽ നിന്ന് പോലെ വീട്. ഞങ്ങളായിട്ട് സംസാരിക്കും പറയും, കൊരങ്ങിന് വാലും പുറകില്ല, നമ്മുടെ വാലും മുമ്പില്ല. ഒരു ദൈവദാസനായിട്ട് കെട്ടിടത്തിന് കൊണ്ട് ഇവിടെ വെള്ളം നനയ്ക്കാൻ ചെയ്തതാണ്. സൺസൈറ്റിന് കൊണ്ട് ആരും ആ പാവം കിടപ്പിലാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഞാൻ കഷ്ടത്തിലായിട്ട് 23ാമത്തെ വർഷം പായസം വെച്ച് സന്തോഷിച്ചതിന്റെ കാരണം? ഞാൻ കഷ്ടതയിലായതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞത്. സങ്കീർത്തനം പറയുന്നത് എങ്ങനെയാണ്? 119 സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, കഷ്ടതയിലാകുന്നു ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ കഷ്ടത എനിക്ക് ഗുണമായി ഭവിച്ചു. പ്രിയമുള്ളവരെ, ദാരിദ്ര്യമല്ല നമ്മുടെ പ്രശ്നം, രോഗമല്ല നമ്മുടെ പ്രശ്നം, ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടതല്ല പ്രശ്നം, ഭാര്യ കുഴപ്പക്കാരിയായതല്ല പ്രശ്നം, ഭർത്താവ് കുഴപ്പക്കാരനായതല്ല പ്രശ്നം, അപ്പനും അമ്മയും സമ്പാദിക്കാത്തതല്ല പ്രശ്നം, വീട്ടിലെ ബുദ്ധിമുട്ടുകളോ പ്രാരാബ്ദങ്ങളോ മരണമോ കഷ്ടമോ ദുഃഖമോ ദുരിതമോ കൊടുങ്കാറ്റോ ഒന്നുമല്ല പ്രശ്നം. ഒരു കൊല്ലം വാഴ വെച്ചു, ആ വാഴ തകച്ചും അടുത്ത കാറ്റിനങ്ങ് പോയി. അയാൾ മദ്യശാപം പോയി ആ പ്രശ്നം പരിഹരിക്കപ്പെടുവോ? നീ ദൈവത്തെ കാത്തിരിക്കുക. അതുകൊണ്ട് ആ ബൈബിൾ പറഞ്ഞ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കോ. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയെ കാത്തിരിക്കണം. ഈ ജീവിക്കുന്ന ദൈവത്തെ, സത്യദൈവത്തെ അവൻ ആരെന്നറിഞ്ഞ് വിശ്വസിച്ച് അനുസരിച്ച് ആശ്രയിച്ച് കാത്തിരിക്കുന്നെങ്കിൽ അവൻ ശക്തിയെ പുതുക്കും. അതുകൊണ്ട് വീണ് കിടന്ന് നട്ടല്ലൊടിഞ്ഞ് ദിനചര്യ പോലും ചെയ്യുവാൻ കഴിയാത്തവനായി ഒരു ഹതഭാഗ്യനായി അവസാനിച്ചു എന്ന് ലോകം വിധിയെഴുതിയ മനുഷ്യൻ കഷ്ടതയുടെ 23ാമത്തെ വർഷം പായസം വെച്ചു. 40ാമത്തെ വർഷം ഞാൻ ആഘോഷിക്കുന്നുണ്ട്. 40ാം വർഷം ഇവരെല്ലാം വിളിക്കാൻ പോവാ. എന്തിനാണെന്നറിയാം? കഷ്ടത്തിലായിട്ടുള്ള 40ാമത്തെ വർഷം അടുത്ത ശിവരാത്രിക്ക ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടെന്നറിയോ? എന്റെ അകത്ത് പകർന്നിരിക്കുന്ന സന്തോഷം, സമാധാനം, സ്വസ്ഥത അവർണ്ണനീയമാണ്. അതുകൊണ്ട് യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. ലോകം തരുന്നതാണ് സാഹചര്യം അനുകൂലമാകുമ്പോഴുള്ള സമാധാനം. എന്നാൽ സാഹചര്യം തികച്ചും പ്രതികൂലമായ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം നിങ്ങൾ കണ്ണാലെ കാണുന്നു, കണ്ണാലെ കാണുന്നു. കാരണം ദൈവം തന്ന സമാധാനം ഇതാ. നമുക്കവിടെ നിർത്താം. എങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. പ്രിയ സഹോദര, പാപം നമ്മുടെ മുൻപിലുണ്ട്. പാപം നമ്മുടെ കവാടത്തിൽ വാതിൽക്കൽ കിടക്കുകയാണ്. അതിന്റെ ആഗ്രഹം മുഴുവൻ നിന്നിൽ കയറി പറ്റണമെന്നാണ്. നീയോ അതിനെ കീഴടക്കണം. നീയോ അതിനെ, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം മകനെ, നീ എന്നെ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാം. ഇങ്ങനെയാണ് യെശയ്യാവ് 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും.
നിന്നോട് എതിർക്കുന്നവർ നാസ്തിത്വം ഇല്ലായ്മ പോലെയാവും. നിങ്ങൾക്കറിയാം, അയൽവക്കക്കാരുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടാകും. വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഉടനെ പോകുന്നു കള്ളുഷാപ്പിലേക്ക്. എന്തിനാ? അവനോട് 4 പറയാൻ, 4 കുടിച്ചത് പറയുവാൻ കള്ളുഷാപ്പിലേക്കാ പോകുന്നത്. പ്രിയ സഹോദര, ഒരിക്കലും അത് പരിഹാരമല്ല. എന്റെ ജീവിതം 40ാമത്തെ വർഷം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കൂ. പകുതി മരിച്ച മനുഷ്യൻ, 2.5 ചാണേ ജീവനുള്ളൂ, 3 ചാൺ തികയുന്നില്ല. ഈ 2.5 ചാണും വെച്ച് 7.5 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ ദൈവകൃപയല്ലാതെ പിന്നീട് എന്താ? ഞാൻ തിരുവനന്തപുരം യാത്ര ചെയ്യുമ്പോ ഏറിയ സഹോദരന്മാർ ചോദിക്കും, എന്നോട് ചോദിക്കത്തില്ല. എനിക്കൊരു ജോലി വന്നിട്ടുണ്ട് പേരാമംഗലത്ത്, തൃശ്ശൂര്. അവിടെ ഞാൻ താമസിക്കും. പലപ്പോഴും എനിക്ക് വേണ്ടി റാം ഉണ്ടാക്കിയ വീടുകളുണ്ട് കേരളത്തിൽ. MNS പ്രിന്റേഴ്സിലെ MD ആയ ജെയിംസ് ചേട്ടൻ വീട് പണിതപ്പോൾ എനിക്ക് വേണ്ടി റാം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്തിനാ? എപ്പോൾ വന്നാലും മോഹൻ ബ്രദറിന് കയറി കിടക്കാൻ. എൻ്റെ പുസ്തകം പ്രിന്റ് ചെയ്തവരാ. വലിയ കുടുംബം, 200 അംഗങ്ങളുള്ള ജോലിക്കാരുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് ജെയിംസ് ചേട്ടൻ, MD ആണ്. പക്ഷേ ഒരു ദൈവദൂതനെ പോലെയാ എന്നെ കൈക്കൊള്ളുന്നത്. ആ വീട്ടിന്റെ പടി ചവിട്ടാൻ യോഗ്യത എനിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ യേശു എന്റെ മേൽ വസിക്കുന്നത് കൊണ്ടാണ്. ഈ ദൈവത്തെ നിങ്ങൾ ഏറ്റെടുത്താൽ, ഈ ദൈവത്തെ നിങ്ങൾ ഹൃദയ ശ്രീകോവിലേക്ക് സ്വീകരിച്ചാൽ, ഈ സത്യ ദൈവത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ അനുഗ്രഹീതരായി തീരും. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ മാത്രമല്ല, നിന്നെ ആശ്രയിച്ച് നിൽക്കുന്ന നിന്റെ കുടുംബവും എന്ത് ചെയ്യപ്പെടും? രക്ഷ പ്രാപിക്കും. നിന്റെ പണം വേണ്ട, നിന്റെ വസ്തുക്കൾ വേണ്ട, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, നിന്റെ കുലമഹിമ വേണ്ട, നിന്റെ ജാതി സമ്പ്രദായം വേണ്ട, നിന്റെ ജാതിയോ മതമോ വർഗമോ ഇസമോ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ആത്മാവിന്റെ ഉൾഭാഗം നീ എനിക്ക് തരിക. ഞാൻ അവിടെ വന്ന് പാർത്താൽ. അതുകൊണ്ട് ആ വെളിപാട് പുസ്തകം 3:19-20 ഇങ്ങനെ പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഏത് മക്കളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഹൃദയവാതിക്കലാ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വാതിൽ തുറന്നാൽ ദൈവം ചവിട്ടിപ്പൊളിച്ച് കയറുകയില്ല. ആരെങ്കിലും നിങ്ങൾ മനസ്സോടെ, ദൈവമേ ഞാൻ മടുത്തു, ഞാൻ തളർന്നു, ഞാൻ കുഴഞ്ഞുപോയി, എന്റെ എല്ലാം നഷ്ടമായി, എന്റെ സാമ്പത്തികം പോയി, എന്റെ ശരീരം പോയി, എന്റെ ഭാര്യ പോയി, എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. നോക്കൂ, ഈ എന്നോട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മക്കൾ വിശ്വാസത്തിലാണ്. ഞാൻ അതിശയപ്പെട്ടു. എന്നിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ പാട് പോയിക്കോ. എന്തുകൊണ്ടാ മക്കൾ പറഞ്ഞു? മടുത്തു പോയിട്ടാ, തളർന്നു പോയിട്ടാ. എന്നും കുടിച്ചിട്ട് വരുന്നൊരു മനുഷ്യനെ എങ്ങനെ വഹിക്കാനാ? എന്റെ അമ്മായിയപ്പൻ നന്ദവല കുടിക്കുന്ന ആളായിരുന്നു. പക്ഷേ അമ്മായിയപ്പനെ കൊണ്ട് മടുത്തു പോയിട്ടുണ്ട് ചിലപ്പോ. ഉയ്യോ, സഹിക്കാൻ പറ്റുകയില്ല. സ്വന്തം മകൻ നെഞ്ചത്ത് തട്ടാൻ തുടങ്ങുമ്പോൾ കാല് കോരി പിടിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ. കാരണം സഹിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാലുള്ള കുടിച്ചില്ലെങ്കിൽ വായിക്കാത്ത നാവുണ്ടാരും തോണ്ടി നോക്കണം. കുടിച്ചു കഴിഞ്ഞാലോ പിന്നെ പ്രദേശത്തെ കടുക്കാൻ പറ്റുകയില്ല. എത്ര ഭയാനകമാണെന്നറിയോ? എത്ര സഹോദരിമാർ വിട്ടുപോയതിന്റെ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതിൽ പലരും ഉണ്ടായിരുന്നു. വിട്ടുപോയതിന്റെ കാരണം എന്താണെന്നറിയോ? സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. പ്രിയമുള്ളവരെ, എന്റെ അടുക്കൽ ഒരു ചന്ദ്രനുണ്ട്. 5 സ്ഥലത്ത് മുറിവായിട്ട് വന്നതാ. 5 ചതിയുടെ അരക്കടായിട്ടാണ് പോയി. എന്നിട്ട് ആ ഭാര്യ തല്ലി ഓടിച്ചു. എന്നിട്ട് ഒറ്റയ്ക്ക് കടന്ന് എല്ലാ ഭാഗവും പൊട്ടി. ശരീരം തണുപ്പല്ലേ, വയനാട്ടിലല്ലേ, ഇവിടെ അണ്ണപ്പാറ. മടിയിൽ ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് കുളിക്കാൻ വേണ്ടി പോയതാ. തുളുമ്പി മറിഞ്ഞു, 2 തുടയും വെത്തുപോയി. ഞങ്ങളെടുത്ത് വന്നിട്ട് ജെയിംസ് എന്നോട് പറഞ്ഞു, ചന്ദ്രൻ അവിടെ വന്നു. എന്റെ അമ്മ എന്തൊരു സാധനമാണ്. നിങ്ങൾ ചിന്തിക്കൂ, പാപം മനുഷ്യനെ കൊണ്ടുപോകുന്ന അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇങ്ങനെ തളർന്നു പോയിട്ട് പോലും സ്വന്തം ഭാര്യയും 2 മക്കളെ അടിച്ചോടിച്ചു. ഇപ്പൊ 4 മുറിവ് ഉണക്കിയെടുത്തു. 5ാമത്തത് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുള്ള നട്ടലിന്റെ ഒന്നുണ്ട് തുളയാ. നോക്കൂ, ഇപ്പൊ ഞാൻ പറയുമ്പോ കുത്തോട്ട് നോക്കൂ, ചിരിക്കൂ. നോക്കൂ, എന്നിട്ടും മാനസാന്തരം വന്നിട്ടില്ല. കാര്യം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പിടിക്കണ്ടേ? നമുക്കിവിടെ നിർത്താം.
നീയോ അതിനെ കീഴടക്കണം. പക്ഷെ അവൻ കീഴടക്കില്ല. നമുക്ക് വൈകുന്നേരം ഒരു വാക്ക് ചിന്തിക്കാം. നീയോ അതിനെ കീഴടക്കണം. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം തന്നിരിക്കുന്ന ഹൃദയം ദൈവത്തോട് പറയാ, കർത്താവേ, അന്ന് പാപത്തെ ജയിച്ചവനാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. ഈ രക്ഷകനെ ഹൃദയസ്നേഹവും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് പ്രിയ സഹോദരങ്ങളെ പോകണം. ഒരു പുതിയ സൃഷ്ടിയായിട്ട്. പഴയത് കഴിഞ്ഞു പോകണം. പഴയത് മരിക്കട്ടെ, ക്രിസ്തുവിൽ പുതിയത് ഉയർക്കട്ടെ. ഒരു ഉയർത്തെഴുന്നേറ്റ ജീവിതമായി പോയാൽ നിങ്ങൾ ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാ പറയും, ഓനേട്ടാ അന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയപ്പോ 750 പ്രതികൾ എന്റെ മുമ്പിൽ കൂടിയപ്പോ എനിക്കതിനെ ഭയമായിരുന്നു. അന്ന് കുറെ വർഷം മുമ്പാ ഞാൻ ആദ്യമായിട്ട് അത്രയും പേരുടെ പ്രസംഗിക്കുന്നത്. അവസാനം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം എന്റെ വീൽചെയറിന് ചുറ്റും വന്ന് മുട്ടുകുത്തി എന്റെ വീൽചെയർ കാലും പിടിച്ച് കരഞ്ഞുകൊണ്ടായി. പ്രത്യേകിച്ച് ഒരു രാജന്റെ കരച്ചിൽ ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. മോനേട്ടാ, മോനെന്തെങ്കിലും ഇരുന്നാൽ മതി, സൂട്ടും കോട്ടും വിട്ടാൽ ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മതപ്രസംഗമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. പോലെ ഈ അവസ്ഥയിൽ ഇരുന്ന് പറഞ്ഞ അനുഭവം മതി, ഞാൻ യേശുവിനായി എന്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞ കാല് പിടിച്ച് പൊട്ടി പൊട്ടി കരയുകയും. എത്ര മനുഷ്യർ! പ്രിയ സഹോദരങ്ങളെ, ഇനി വൈകിക്കരുത്, ഇനി വൈകിക്കരുത്. ദൈവാനെ നിർബന്ധിക്കുന്നില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ഉള്ളവരത് പ്രാപിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ സാധിക്കുന്നത്. ഇതൊക്കെ ചെയ്തു പോകാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഈ കർത്താവിനെ ഉള്ളം പാടുകയല്ല, പാപത്തെ കീഴ്പ്പെടുത്താനുള്ള ഒരു വ്യഗ്രത. പാപത്തെ വെറുക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ പാപത്തെ വെറുക്കുകയും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പാപത്തെ വെറുക്കണം. നിങ്ങൾ അതിന് വെറുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും. നിശ്ചയമായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിനായി സ്തോത്രം. ബലമുള്ള കൈകളിൽ നിങ്ങളെ വഹിച്ചു ഇന്നുവരെയും സൂക്ഷിച്ചതിനായി സ്തോത്രം. ഈ പ്രിയ സഹോദരങ്ങളോട് നിങ്ങൾ ഈ സത്യം പിടിച്ചു പറഞ്ഞിരിക്കുന്നു. നീതിയുള്ള കർത്താവെ, അവർക്ക് ആ പാപത്തെ കീഴ്പ്പെടുത്തുവാൻ ദൈവകൃപ ആവശ്യമാണ്. അവരുടെ ഉള്ളം ചായച്ച് ഈ യേശുവിനായ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാൻ അവരുടെ ഉള്ളറകളിലേക്ക് അങ്ങയുടെ ആത്മാവിനെ നയിക്കുമാറാകണമേ. അവരൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, മാനസാന്തരപ്പെട്ട് പുതുക്കം പ്രാപിച്ച പുതിയ സൃഷ്ടിയായി ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വാഗ്ദത്തം പോലെ അവർ ദൈവ മക്കളാകാനുള്ള ഈ അധികാരം വിനിയോഗിക്കുന്ന ബലാത്കാരയുടെ ചുങ്കക്കാരും യേശുമാരും ബലാത്കാരുടെ സ്വർഗ്ഗരാജ്യം അവകാശമാക്കുമെന്ന കാര്യം ചെയ്തല്ലോ. ഒരു ബലാത്കാരത്തിന്റെ മനസ്സ് അവർ കൊടുക്കണമേ. പാപത്തെ ത്യജിച്ച്, പാപത്തെ വെറുത്ത് ദൈവത്തെ പിടിച്ചടക്കുവാൻ, സ്വർഗം പിടിച്ചടക്കുവാൻ, പിടിച്ചു കയറുവാൻ ബലാത്കാരത്തിന്റെ ആത്മാവിനെ അവർക്ക് നൽകി അവരെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. പ്രിയ അച്ചായനായി ആന്റിക്കായി സ്തോത്രം. ആദ്യമായി നിങ്ങൾ തങ്ങൾ കാണുകയാണ്. സ്വർഗീയ പിതാവേ, തന്റെ കൃപയിൽ അവരെ സൂക്ഷിച്ചു അനേക രക്ഷയിലേക്ക് നടത്തുവാൻ തങ്ങളാലാവോളം അവരുടെ ഉള്ളം വേദനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ അറിയും. എത്രയോ ദൂരെ ജോലി ചെയ്യുമ്പോൾ അവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ തന്റെ സ്വദേശത്ത് സ്വജാതിക്കാരൻ അനേകരെ വീണ്ടെടുക്കണമെന്ന്, നരകപാതാളത്തിൽ നിന്ന്, അധമപാതാളത്തിൽ നിന്ന് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ചവർ തുടങ്ങിയ ഈ സംരംഭത്തെ അങ്ങ് തന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം പിതാവേ. അനേകരുടെ ആത്മാവ് രക്ഷ വരുവാൻ, ജീവൻ വരുവാൻ കർത്താവെ അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപ കൂടിയിരുന്നാട്ട് ജഗവച്ചായ സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ഇവിടെ വന്ന് കടന്നു പോകുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം, ശുശ്രൂഷിക്കുന്ന സകല വിശുദ്ധന്മാർക്കായി കൃപ കൂടിയിരുന്നാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും
കർത്താവാം ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ആശ്വാസവും സമാധാനവും എന്നും എന്നേക്കും എല്ലാവരോടും കൂടെ എന്നേക്കും ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം പങ്കുവെച്ചാൽ